അഥ യോഗാനുശാസനം. At this point, I re-instruct yoga. യോഗ വിദ്യ ഗൂഢമായ വിഷയമാണ്. അതിന്റെ ആന്തരാർത്ഥം അറിയാതെ അത് പ്രയോഗിച്ചിട്ട് കാര്യമില്ല. ഗൂഢമായ വിഷയങ്ങൾ ആന്തരാർത്ഥം അറിയാതെ പ്രയോഗിച്ചാൽ ഒരുപക്ഷെ അത് ദോഷമായും ഭവിച്ചേക്കാം. അതാണ് ഇവിടെ അധ എന്ന ശബ്ദം കൊണ്ടുള്ള ഒരു അർത്ഥം. അതുകൂടാതെ അതൊരു ശുഭസൂചകമായ ഒരു ശബ്ദം കൂടിയാണ്. അഥ എന്ന മംഗളാചരണത്തോടുകൂടി യോഗസൂത്ര ആരംഭിക്കുന്നു. യോഗശാസ്ത്രം ആരെങ്കിലും പുതിയതായി കണ്ടുപിടിച്ചൊരു വിഷയമല്ല. എന്നും നിലനിൽക്കുന്ന സത്യങ്ങൾ അത് മനുഷ്യ മനസ്സ് മനസ്സിലാക്കിയാൽ അവർക്ക് ഉപയോഗിക്കാം. അത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ട്രൂത്ത് ഈസ് ട്രൂത്ത് ഓൾവേസ്. ഇപ്പൊ താനായിട്ട് കണ്ടുപിടിച്ചതല്ല യോഗ എന്ന ശാസ്ത്രം. തന്നെ ദൈവം നേരിട്ട് ഏൽപ്പിച്ചതുമല്ല. നിലവിലുള്ള സത്യം അതിന്റെ പ്രായോഗിക തലത്തിൽ ഒരു അപക്ഷയം വന്നപ്പോൾ അത് വീണ്ടും തൻ്റെതായ ഭാഷ്യത്തിൽ താൻ വിവരിക്കുന്നു. അതിന് അർഹതയുള്ളവർ ഇത് പ്രയോഗിക്കാം, പഠിച്ച് പ്രയോഗിക്കാം. യോഗശ്ചിത്തവൃത്തി നിരോധ. യോഗ എന്നാൽ ചിത്തവൃത്തികളുടെ നിരോധനമാകുന്നു. ചിത്തവൃത്തി, മൈൻഡ് മോഡിഫിക്കേഷൻ. മനസ്സിന്റെ ആക്ഷൻ എന്ന് പറയുന്നതിനേക്കാളും മനസ്സ് വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കുകയാണ് ചിന്തകളിലൂടെ. ആ മോഡിഫിക്കേഷനുകളുടെ നിരോധനമാണ് യോഗ. തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം. ആ സമയത്ത് ചിത്തവൃത്തി നിരോധം സംഭവിക്കുന്ന സമയത്ത് ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം. ദ്രഷ്ടു തന്റെ സ്വരൂപത്തിൽ നിലകൊള്ളുന്നു. ദ സീർ, ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ആ ദ്രഷ്ടു. ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കണ്ണല്ല കാണുന്നത്. കാഴ്ച എന്ന ഇന്ദ്രിയമല്ല കാണുന്നത്. അതിനെ വിശകലനം ചെയ്യുന്ന മനസ്സല്ല കാണുന്നത്. ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന ആത്മാവ്. അതാണ് ദ്രഷ്ടു, അതാണ് സീർ. Without Atma, the self, our intellect, our mind, our senses, our body, all doesn't have any existence. So our self is the seer. Our intellect, it die.
when we die. It disappears. Our mind disappears when we die. Our body decay when we die. And all what you see outside is ever changing. But our self is never changing. Whether we die or not, whether we learn or not, whether we practice yoga or not, the Atma doesn't get any changes. It's stable, immovable, without beginning, without end. Nothing can cut, nothing can wet, nothing can dry. So the seer obeyed itself. The seer, when it remain himself, he is experiencing the endless, infinite bliss experience of himself. Tada drashtu swarube avasthanam. Vritti sarubhyam idaratra. Other times, the seer is identified with the thought modifications. Vrittaya, panjadaya, klishta, aklishta. മനോവൃത്തികൾ 5 തരത്തിലാണ്. അവ തന്നെ ക്ലിഷ്ടമായിട്ടും അക്ലിഷ്ടമായിട്ടും അനുഭവിക്കുന്നു. സന്തോഷം നൽകുന്നതെന്ന് തോന്നുന്നതും ദുഃഖമെന്നും തോന്നുന്നതും ആയ തരത്തിൽ ഈ 5 മനോവൃത്തികളും നമുക്ക് തോന്നുന്നു. പ്രമാണ വിപര്യ വികൽപ നിദ്രാ സ്മൃതി. പ്രമാണം, the right knowledge. വിപര്യം, the wrong knowledge. വികൽപ്പം, the delusion. നിദ്ര, sleep. സ്മൃതി, memory. And the right knowledge we can get by 3 ways. ശരിയായ നോളജ് 3 തരത്തിൽ നമുക്ക് ലഭിക്കാം. പ്രത്യക്ഷം, through the direct experience. അനുമാനം, ഇൻഫറൻസ്. നമുക്ക് സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഊഹിക്കാം, അനുമാനിക്കാം. പ്രത്യക്ഷ, അനുമാന, ആഗമ. From the scriptures, from the gurus, rishis. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് പ്രമാണം, ആധികാരികമായ ശരിയായ നോളജ് നമുക്ക് ലഭിക്കും. ചിത്തവൃത്തി നിരോധമാണ് യോഗ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ധ്യാനമെല്ലാം ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ നേടുന്ന ആ അവസ്ഥ, സമാധി എന്ന അവസ്ഥ, അതിൻ്റെ ആ വിജയം, ആ ലക്ഷ്യം
ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധഃ. അഭ്യാസം, വൈരാഗ്യം എന്നിവ കൊണ്ട് ചിത്തവൃത്തികളുടെ നിരോധം സംഭവിക്കുന്നു. അഭ്യാസം, ഗുരുക്കന്മാർ, ആചാര്യന്മാർ, ഋഷിവരന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ആ പ്രാക്ടീസ്, നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട പ്രാക്ടീസ്, മനസ്സും ശരീരവും ഉപയോഗിച്ച് ചെയ്യേണ്ടതായ പ്രാക്ടീസ്, അഭ്യാസം. വൈരാഗ്യം, ക്ഷണികമായ ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഉപേക്ഷ, താല്പര്യക്കുറവ് നമ്മൾ വളർത്തിയെടുക്കണം. അതാണ് വൈരാഗ്യം. ദ ഡിറ്റാച്ച്മെന്റ് ടുവേഴ്സ് ദ എവർ ചേഞ്ചിങ് വേൾഡ്, ദാറ്റ് ഈസ് വൈരാഗ്യം. ഈ ക്ഷണികമായ ലോകത്തോട് നമുക്ക് വൈരാഗ്യം തോന്നണമെങ്കിൽ we also should have a understanding what is never changing phenomenon and what is ever changing phenomenon. അതിനാണ് വിവേകം എന്ന് വേദാന്തത്തിൽ പറയാം. ഈ അഭ്യാസം എന്നാൽ വല്ലപ്പോഴും കാണിക്കുന്ന നമ്മുടെ അഭ്യാസങ്ങളല്ല. ചില ആൾക്കാർക്ക് നല്ല അഭ്യാസം അറിയാം. ആ അഭ്യാസമല്ല, നിരന്തരമുള്ള പ്രാക്ടീസാണ്. ഹഠയോഗയാണെങ്കിൽ അത് ഒരു മുടക്കം കൂടാതെയും ചെയ്യണം. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ യോഗ ചെയ്യാതിരിക്കാൻ നമുക്ക് പല കാരണങ്ങളുണ്ടായിരിക്കും. കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണത്. കൃത്യനിഷ്ഠയോടുകൂടി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സുഖമില്ല, ഇന്നലെ വൈകിട്ട് ഒരു സ്ഥലത്ത് പോയി വന്നപ്പോ വൈകി, അതിന്റെ ക്ഷീണം, പിന്നെ എനിക്ക് കോൾഡ് ഉള്ളപ്പോ യോഗ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പല പല കാരണങ്ങൾ. ചില സമയത്ത് നമ്മൾ മനസ്സാഗ്രഹിക്കുന്ന പോലെ ഇന്റർനെറ്റ് വീക്കാവും, ഡൗൺ ആവും. നമ്മൾ എൻട്രി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ അഡ്മിറ്റ് ആവുന്നില്ല. ആരോ വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് അഡ്മിറ്റ് ആകട്ടെ. അല്ലെങ്കിൽ അതൊരു കാരണമായിരിക്കും അറ്റൻഡ് ചെയ്യാതിരിക്കുക. നമുക്കൊരു ക്ലാസ് മുടക്കാൻ നമുക്ക് പല കാരണങ്ങളും വളരെ എളുപ്പത്തിൽ ലഭിക്കും. പക്ഷെ പുട്ടടിക്കാൻ ഒന്നും തടസ്സമല്ല കേട്ടോ. ദിവസം 5 or 10 നേരം പുട്ടടിക്കാൻ ഒന്നും തടസ്സമല്ല. അയ്യോ ഇന്നലെ ഞാൻ കുറച്ച് വൈകിയ കിടന്ന, ഭയങ്കര ക്ഷീണുണ്ട്, ഇന്ന് ഭക്ഷണം കഴിക്കേണ്ടെന്ന് ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ അമ്മാവനോ അമ്മായോ മരിച്ച അറിയിപ്പ് നൽകുമ്പോൾ നമ്മൾ പെട്ടും കിടക്കെടുത്ത് പോകും. ഇനി 2 ആഴ്ച അവിടെയാണല്ലോ. ആദ്യം ചെയ്യുക, വയറിറച്ച് ഭക്ഷണം കഴിക്കുക. ഇനി എപ്പോഴാണാവോ ശവെടുക്കുക. ശവടപ്പ് കഴിയുന്നവരെ ഭക്ഷണമൊന്നും കിട്ടില്ല. വേഗം നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, ഇനി ഇടയ്ക്ക് വെച്ച് ഭക്ഷണമൊന്നും ചോദിക്കരുതിട്ടാന്ന് പറഞ്ഞാൽ അതും നമ്മൾ മുടക്കാറില്ല. കല്യാണം തിക്ക് തിരക്കിനിടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറക്കാറില്ല. അതുപോലെ നമ്മുടെ അഭ്യാസം നിരന്തരം ചെയ്താൽ നമുക്ക് ചിത്തവൃത്തികളെ നിരോധിക്കാം. തത്തമേ പൂച്ച എന്ന് പറയുന്ന പോലെ പറഞ്ഞു തന്നത് അതേപോലെ ചെയ്തിരുന്നിട്ട് കാര്യമില്ല. വൈരാഗ്യം, ക്ഷണികമായ പ്രപഞ്ചത്തോട് ഒരു വൈരാഗ്യം, അതും കൂടെ ചേർത്തുകൊണ്ട്, മേമ്പൊടിയായി ചേർത്തുകൊണ്ട്
അഭ്യാസം ചെയ്താലേ നമ്മൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. ഇത്രയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. ഈ അഭ്യാസം പല രീതിയിൽ പതഞ്ജലി വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രാധാന്യം, ഈ അഭ്യാസം അതിന്റെ തീവ്രമായ അഭ്യാസം, മധ്യമം, അതുപോലെ തീവ്രത കുറഞ്ഞ അഭ്യാസം. അഭ്യാസത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് റിസൾട്ട് പെട്ടെന്ന് കിട്ടാം, അല്ലെങ്കിൽ അത് സാവധാനം വരും. അഭ്യാസവും വൈരാഗ്യവും നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. പക്ഷെ നമ്മുടെ അഭ്യാസത്തിന്റെയും വൈരാഗ്യത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് ഈ ലക്ഷ്യം we might reach early or it can come slowly. ഈ ലക്ഷ്യം എന്ന് പറയുന്ന അവസ്ഥ, അതാണ് എൻ്റെ സമാധി. ഈ സമാധി തന്നെ പല തലങ്ങളിൽ, പല ലെവലിലുണ്ട്. നിർബീജ സമാധി, സബീജ സമാധി. സമാധി എന്നാൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വസ്തു അതുമായി ഒന്നായി ചേരുന്ന അവസ്ഥയാണ്. അത് നമ്മുടെ വാസനകൾ, നമ്മുടെ പൂർവജന്മങ്ങളിലെ വാസനകൾ, കർമ്മം, ഇതെല്ലാം പൂർണ്ണമായും ഒഴിവായിക്കൊണ്ടാണ് നമ്മൾ സമാധി നേടുന്നതെങ്കിൽ പിന്നെ നമ്മൾക്ക് വീണ്ടും ജനിക്കേണ്ടതില്ല, ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ല. അതാണ് മോക്ഷം, അതാണ് നിർബീജ സമാധി. നമ്മുടെ പൂർവകാല ജന്മങ്ങളിലെയും ഈ ജന്മത്തിലും നമ്മൾ ആർജിച്ച സംസ്കാരങ്ങൾ, അതിന്റെ ഇംപ്രഷൻ ഒട്ടുമില്ലാത്ത രീതിയിൽ, അതിന്റെ ബീജങ്ങൾ, സീഡ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സമാധി നേടുമ്പോൾ അത് നിർബീജ സമാധി. അതേസമയം നമുക്കൊരു വസ്തുവിൽ നമുക്ക് സമാധി അടഞ്ഞ് വീണ്ടും തിരിച്ചു വരാം. ഏതെങ്കിലും ഒരു വസ്തു അതിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ വസ്തുമായി രണ്ടല്ലാത്തൊരവസ്ഥ വരുന്നതാണ് സമാധി. ഒരു പുറത്തുള്ളൊരു വസ്തുവിൽ നമുക്ക് സമാധി അടയാം, നമ്മുടെ ആത്മാവിൽ നമുക്ക് സമാധി അടയാം. ഈ ആത്മാവിൽ നമ്മൾ സമാധി അടയുമ്പോൾ തന്നെ വാസനകൾ പൂർണ്ണമായും ക്ഷയിച്ചില്ലാതായതിനു ശേഷം ഉള്ള സമാധിയാണ് നിർബീജ സമാധി. സബീജ സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധി അനുഭവിച്ചു, അത് ആത്മാവിലായിക്കോട്ടെ വേറെ എന്തിലെങ്കിലും ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഈ ശരീരത്തിലേക്ക് തിരിച്ചു വരണം. കാരണം എന്താ? നമ്മുടെ കർമ്മം ഇനിയും പലതും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. നമ്മളൊരു യോഗ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മീയമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു ഗുരുവിന്റെ അടുത്ത് കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ ഭയങ്കര ആത്മീയമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും, നമ്മൾ എന്തിനാ ഈ ക്ഷണിക ലോകത്തിൽ സ്വത്തും കുടുംബങ്ങളും ബന്ധങ്ങളും വഴക്കും ഒക്കെ ആയിട്ട് കഴിയുന്നതെന്ന് തോന്നും. ഇനി അത് പാടില്ല എന്ന് തീരുമാനമെടുക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ അറിയാതെ നമ്മളുള്ളിലുള്ള വാസന പുറത്തേക്ക് വരും. നമ്മൾ അറിയാതെ, നമ്മൾ എത്രയൊക്കെ തന്നെ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിലൊരു വാസനയുണ്ടെങ്കിൽ നമ്മൾ ആ കർമ്മത്തിലൂടെ കടന്നുപോയിരിക്കും. അപ്പൊ സബീജ സമാധി എന്ന് പറയുമ്പോൾ
ഈ വാസനകളുടെ ബീജം നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ വിവിധ തരം സമാധികളെ പറയുന്നുണ്ട്. നമുക്കൊരു ഒബ്ജക്റ്റ്, ഇപ്പൊ ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്ത് വന്നത് ആ ഗർഭസ്ഥ ശിശുവിനെ മനസ്സിൽ ധ്യാനിച്ച് അതിൽ തപസ് ചെയ്ത് ലഭിച്ച അനുഭവമാണ്. അത് രണ്ട് തരത്തിൽ നമുക്ക് അതിൽ സമാധി അടയാൻ പറ്റും. ഇത് നിങ്ങൾ അധികം കൺഫ്യൂഷൻ ആവേണ്ട, ഞാൻ ചെറുതായിട്ട് 1-2 ഓപ്ഷനുകൾ പറയാണ്. ഇതൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഒന്ന് അറിഞ്ഞു പോകുന്നത് നല്ലതാ. കാണപ്പടം ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് അറിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് പൂർണ്ണമായി ബുദ്ധിയുടെ തലത്തിൽ ലഭിക്കുന്നത് ഒരു സമാധിയാണ്. ഇന്ന വസ്തു, അതിന്റെ പേരിന്നതാണ്, അതിന്റെ ഗുണം ഇന്നതാണ് എന്ന് നമ്മൾ അറിയുന്നത് ധ്യാനത്തിലൂടെ അറിയുന്നത്, നമ്മുടെ ലാബിൽ നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ അറിയുന്നതല്ല. നോയിങ് ത്രൂ ദ meditation. You may get the knowledge of tangible objects through meditation. You can also get the knowledge about the non-tangible objects. That means you can achieve the knowledge about the material world as well as metaphysical worlds through meditation. But through the scientific experiments in modern science, we get only the knowledge about material world. And when you get all knowledge the material knowledge as well as the metaphysical knowledge about one object through meditation, it's a samadhi. നിങ്ങളുടെ ഇന്റലക്റ്റിന് ആ നോളജ് കിട്ടാം. ആ വസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ ബോധതലത്തിൽ അറിവ് കിട്ടാണ്. ഇനി വേറെ ഒന്നുണ്ട്, യു ബിക്കം വൺ വിത്ത് ദാറ്റ് ഒബ്ജക്ട്. നിങ്ങൾ സരസ്വതിയെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് സരസ്വതിയെ കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം ലഭിക്കുന്നത് ഒരു സമാധി. ഒരു നിമിഷം നിങ്ങൾ സരസ്വതി ആയിത്തീരുകയാണ് നിങ്ങൾ മനസ്സുകൊണ്ട്. അത് വേറൊരു തലത്തിലുള്ള സമാധി. സമാധി, ബുദ്ധി സമമായി നിൽക്കുന്ന അവസ്ഥ. when our mind is steady, when our buddhi is steady, intellect is steady on something, that is samadhi. My knowledge about something, it can be knowledge about the goddess Saraswati or our own self or about something which we can also tangible through our eyes. When we get the knowledge and I feel, I know that, it is one kind of samadhi. And when I feel, I am that. I am എന്നുള്ള ചോദ്യമേ വരില്ല. ഞാനിപ്പോ ധ്യാനിക്കുന്നത് ഒരു നായയെ കുറിച്ചാണെങ്കിൽ എനിക്ക് ആ നായയെ കുറിച്ച് അറിയാം എന്നതും ഞാൻ ആ നായയാണെന്ന് തോന്നുന്നതും രണ്ടവസ്ഥയാണ്. It should be a true knowledge, and then only we can call it samadhi. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഒരു അവസരത്തിൽ he claimed he is Jesus. He experienced he is Jesus. But it was hallucination. That's not samadhi. But after knowing what is Jesus, what is the qualities of Jesus, and when he meditate on that intensely by giving up all other desires, at one point he will experience the true Jesus, and he himself
but he become Jesus. One point. ദൈവത്തിന്റെ പുത്രൻ ദൈവമായി എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ the one who accepts God, ദൈവത്തിന്റെ അസ്തിത്വം അംഗീകരിക്കുന്നവനാണ് ദൈവത്തിന്റെ പുത്രൻ. And he become God എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? How he can become God? He become one with God by meditating on that. And fundamental ആയിട്ട് എല്ലാ സ്പിരിച്വാലിറ്റിയുടെയും സത്ത, the essence അതാണ്. First we have to accept that concept on the truth. Then we intensely try to reach there. At one point, we become one with that and we merge back to the self. അതാണ് സമാധി. അതിൽ ആ സമാധിയെ എളുപ്പത്തിൽ വരാൻ പല മാർഗങ്ങളുണ്ട്. പ്രാണായാമ, അതിലൊരു മാർഗമാണ് ഈശ്വര പ്രണിധാനം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ രൂപത്തോടു കൂടിയ ഈശ്വരനല്ല സാങ്ക്യ ഫിലോസഫിയിലും യോഗയിലും പറയുന്നത്. പുരുഷ അഥവാ ബ്രഹ്മൻ, ഈശ്വര പ്രണിധാനാവോ. ത്രൂ ഈശ്വര പ്രണിധാനം we can achieve the samadhi. എവിടെയാണ് സമാധി ലഭിക്കുന്നത്? പുരുഷ. പുരുഷ അഥവാ വേദാന്തത്തിൽ പറയുന്ന ബ്രഹ്മൻ. തത്ര നിരതിശയം സർവജ്ഞ ബീജം. ഈ പറയുന്ന ഈശ്വരനിൽ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിൻ്റെയും ബീജമുണ്ട്. ദ സീഡ്, എവറിഥിങ് ഒറിജിനേറ്റഡ് ഫ്രം ദാറ്റ്. തസ്യ വാചക പ്രണവഃ. ഈ ഈശ്വരന്റെ വാചകം അഥവാ if you want to put it in a word, if you want to verbalize it, we can call it pranavam. ഓം എന്ന മന്ത്രത്തെയാണ് ഇവിടെ പ്രണവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായേണ നയം ഇതി പ്രണവം. What is always new is pranavam. What is that? What is always new? ഹേമമാലിനി എപ്പോഴും she is always young, അല്ലേ? Always new. But one day even Hema Malini will die. Maybe new generation might not know who is Hema Malini. Everything has end. Something without end is always new. If you take a wheel, ഒരു wheel എടുക്കുക. Where is the beginning? Where is the end? Everywhere is beginning. Any place you can consider as beginning. So which doesn't have beginning and end, that's only always new. Oh. From the very beginning of this universe, with the big bang, with the big sound, that sound is continuing without any break. And it end back to the beginning. If there is an end for this universe, it end back where it started and it's continue again.
What came first when this tangible universe manifest? That is the sound. And if you look behind that, you can experience the ultimate truth. എങ്ങനെയാണ് ഈ ശബ്ദം ഈ ആത്യന്തിക സത്യമാകുന്നതെന്ന് വിശദീകരിക്കാൻ കുറച്ച് ടെക്നിക്കലി കുറച്ച് സമയം എടുക്കും അത് കൺവിൻസ് ചെയ്യാൻ. ഈ പ്രണവ അക്ഷരം ഓം ചെറിയ എന്താ പറയാ മാറ്റത്തോടുകൂടി എല്ലാ ശാസ്ത്രങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? തസ്യ വാചക പ്രണവ. വാചകം എന്നുള്ള വാക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. തസ്യ വാചക പ്രണവഹ. ആദിയിൽ വചനം ഉണ്ടായെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സെന്റൻസ് ഉണ്ടായി എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എ സിമ്പിൾ സിലബിൾ ഓം itself is a sentence. That also we have to think in that way. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിത്തപ്രസാദനം. ചിത്തം, മനസ്സ്. മനസ്സിനെ പ്രസാദിപ്പിക്കുന്നത് എന്താണ്? We want to maintain our mind calm, peaceful, focus towards our subject. എന്താണ് നമ്മുടെ സബ്ജക്ട്? ഈശ്വര. രൂപത്തോടുകൂടിയ ഈശ്വരനല്ല. രൂപം എന്ന് പറയുമ്പോൾ ബിംബം പോലെ ഉണ്ടാക്കി വെച്ചുള്ള രൂപം മാത്രമല്ല, അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണോ അതിനെ നമുക്ക് രൂപം എന്ന് പറയാം. വിഗ്രഹം, ഗ്രഹിക്കാൻ കഴിയുന്ന, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന്, അതൊക്കെ വിഗ്രഹമാണ്. ഒരു പേര് വിളിച്ചാൽ വിഗ്രഹമായി. വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോ നിങ്ങളൊരു വിഗ്രഹം കളിമണ്ണിലോ ലോഹത്തിലോ പഞ്ചലോഹത്തിലോ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഒരു ചിത്രം വിഗ്രഹമാണ്, ഒരു പേര് വിഗ്രഹമാണ്. എന്തിന്? നിങ്ങൾ കരുണയാണ് ദൈവം, സ്നേഹമാണ് ദൈവം, വാത്സല്യമാണ് ദൈവം, അറിവാണ് ദൈവം എന്നൊക്കെ പറഞ്ഞാൽ അതും വിഗ്രഹമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗുണം കൊണ്ട് സൂചിപ്പിക്കാൻ കഴിയുന്ന ഈശ്വരനല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ പുരുഷനെ പ്രാപിക്കാൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അർത്ഥമൊന്നും എടുക്കരുത്. പല സംസ്കൃത പദങ്ങളും when we use that in normal life, it has totally different meaning. പക്ഷെ ഇതിന്റെ റൂട്ട് സംസ്കൃതത്തിലാണ്, അത് മറക്കരുത്. സംസാരം, സംസ്കൃതത്തിൽ വേദാന്തത്തിൽ സംസാരം എന്ന് വെച്ചാൽ വേൾഡ്ലി ലൈഫ്. ജനിക്കാൻ മരിക്കുക ഇങ്ങനെയുള്ള വേൾഡ്ലി ലൈഫാണ് സംസാരം. അത് തമിഴ്നാട്ടിൽ ചെന്നിറങ്ങിയ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ എന്നാണ് അർത്ഥം. സംസാരം, കൊണ്ടാട്ടി. മലയാളത്തിൽ വന്നാലോ വാചകടി. ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. കുറച്ചും കൂടിയും ഫിലോസഫിക്കലായിട്ട് എടുക്കുകയാണെങ്കിൽ, തമിഴില് സംസാരം എന്ന് ഫിലോസഫിക്കലായിട്ട് എടുക്കുകയാണെങ്കിൽ, ഭാര്യ എന്ന് സാധാരണക്കാർ പറയുമ്പോൾ അതൊരു സ്ത്രീ ആയിരിക്കണം, അല്ലെ? ഭാര്യ എന്ന് പറയുമ്പോൾ അപ്പൊ ഭർത്താവിന്റെ കാഴ്ചപ്പാടിൽ കാണുന്ന സ്ത്രീയാണ് ഭാര്യ. പക്ഷെ കുറച്ചും കൂടി ഫിലോസഫിക്കലായി എടുക്കുകയാണെങ്കിൽ ഭർത്താവോ ഭാര്യയോ ആവാം. അതായത് നമുക്കുള്ള
ഒരു പാർട്ട്ണർ, നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പാർട്ട്ണർ. അതുവരെ ലക്കു ലഗാനായി നടന്നിരുന്ന് വിവാഹം കഴിയുമ്പോ അവനവിടെ കെട്ടിയിട്ടാണ്. നാട്ടുകാർക്ക് ശല്യാവുമ്പോ അച്ഛനമ്മമാര് പറയില്ലേ, അവനൊന്ന് കെട്ടിച്ചു വിടാം, അവനെവിടെയെങ്കിലും ഒന്ന് കെട്ടിയിടാന്ന് ഉദ്ദേശിക്കുന്നത്. So if we attached with someone, men to woman, woman to men, അപ്പൊ അതും സംസാരാണ്, ആണും സംസാരാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വേദാന്തത്തിലേക്ക് വരുമ്പോഴോ, വാട്ട് എവർ we are attracted in the material world, and because of that we die and born and die, born and die, born and die. That is samsara. മലയാളത്തിലേക്ക് വരുമ്പോൾ അത് ഗോസിപ്പ്, പിന്നെ സാധാരണ ഭാഷയിൽ വരുമ്പോൾ അത് ടോക്ക്. നോക്കണം, ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് എന്നുള്ളത് വെറും ടോക്ക് എന്നുള്ള നിലയ്ക്ക് മാറി. പക്ഷെ ടോക്കറ്റീവ്നെസ് എവിടുന്ന വരുന്നത്? ബിക്കോസ് വി ആർ അറ്റാച്ച്ഡ് വിത്ത് ദ മെറ്റീരിയൽ വേൾഡ്, and that make us attached with someone in the name of family institution. That is because we are attached with this worldly life. ഇതുപോലെ അർത്ഥങ്ങൾ മാറി 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 വരും. മൈത്രി കരുണ മുദിതോമുപേക്ഷ സുഖദുഃഖ പുണ്യവിഷയാണാം ഭാവന തശ്ചിത്ത പ്രസാദനം. നമുക്ക് വേണ്ട ചിത്തപ്രസാദനമാണ്. പഞ്ചവൃത്തി കൊണ്ട് നമ്മുടെ മനസ്സ് സുഖം സന്തോഷം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സന്തോഷം എന്ന് പറയുന്ന സാധാരണ പറയുന്നത് എന്താ? നമുക്ക് ഇഷ്ടമുള്ള കാര്യം കിട്ടിയാൽ അത് സന്തോഷമായി. എന്റെ സന്തോഷം വേറൊരാൾക്ക് ദുഃഖമായിരിക്കാം. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം എരിവുള്ള ഭക്ഷണം സന്തോഷമായിരിക്കാം. എന്നാ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ മധുരമുള്ള ഭക്ഷണമായിരിക്കും സന്തോഷം നൽകുന്നത്. എരിവുള്ള ഭക്ഷണം കൊടുത്താൽ ചിലപ്പോൾ അവർ കരഞ്ഞു പോകും. നമ്മൾ സന്തോഷം എന്ന് പറയുന്നത് എക്സൈറ്റഡ് ആയ അവസ്ഥയാണ്. ചില വ്യക്തികളില്ലേ, വിവാഹം കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും വൈഫിനോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട്. കുറച്ച് നാള് കഴിയുമ്പോൾ അത് സംശയരോഗമായി മാറും. അറ്റാച്ച്മെന്റിൽ നിന്ന് വരുന്നതാണ്. അത് മനോരോഗമാണ്. എല്ലാ അറ്റാച്ച്മെന്റും മനോരോഗമാണ് വേദാന്തത്തിന്റെ കാഴ്ചപ്പാടിൽ. സോ എനി അറ്റാച്ച്മെന്റ് അൾട്ടിമേറ്റ്ലി ഗീവ് us സഫറിങ്. ഐ ലവ് മൈ വൈഫ്, ഐ ലവ് മൈ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഐ ഹേറ്റ് ദ ആബ്സെൻസ് ഓഫ് മൈ ചൈൽഡ്, അല്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ മകളോട് വളരെ അറ്റാച്ച്ഡ് ആണെങ്കിൽ പിന്നെ ഭാര്യയും മകളും പോകണം, അതെനിക്ക് സഫറിങ് തരും. വൈ? ബിക്കോസ് ഐ അറ്റാച്ച് ടു ദം. സുഖം ദുഃഖവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നായിട്ട് വേണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. ഒന്നുകിൽ രണ്ടും സ്വീകരിക്കാം, അല്ലെങ്കിൽ രണ്ടും ഉപേക്ഷിക്കാം. രണ്ടും ഉപേക്ഷിക്കുന്ന രണ്ടും സ്വീകരിക്കുന്നതും ഒരേപോലെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ചിത്തപ്രസാദനം. ചിത്തപ്രസാദത്തിന് എന്താ ചെയ്യേണ്ടത്? സാധകര് മൈത്രി കരുണ മുദിതാമുപേക്ഷ സുഖദുഃഖ പുണ്യവിഷയാണ് ഭാവന തശ്ചിത്ത പ്രസാദനം. സുഖം ദുഃഖം പുണ്യം അപുണ്യം എന്നീ 4 കാറ്റഗറി നമുക്ക് ചുറ്റും കാണാം. അവയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? സുഖം, ചില ആൾക്കാരുണ്ടല്ലോ വളരെ പോസിറ്റീവായിരിക്കും. ചില ആൾക്കാർ കൊറോണ എന്ന് കേട്ടപ്പോ തൊട്ട് ടെൻഷൻ അടിച്ചു തുടങ്ങി. ഒരു മനുഷ്യന് കൊറോണ ലക്ഷണം വന്നു,
തുടക്കത്തിലായിരുന്നു. അവനാകെ പേടിച്ചു വരയ്ക്കാൻ തുടങ്ങി. അവന് ടെസ്റ്റിനെ പോണ്ട. അവസാനം ആരോഗ്യവകുപ്പ് വന്ന് പിടിച്ചുകൊണ്ടുപോയി ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് റിസൾട്ട് വന്നു, നെഗറ്റീവായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഇവന്റെ മനസ്സ് വളരെ നെഗറ്റീവായി. അവൻ ആത്മഹത്യ ചെയ്തു. നെഗറ്റീവായി ആത്മഹത്യ ചെയ്തു, പക്ഷെ നെഗറ്റീവായിരുന്നു എന്ന് ആ റിസൾട്ട് സ്വീകരിക്കാൻ പോലും ആളുണ്ടായില്ല. അതേസമയം ചില ആൾക്കാർ എങ്ങനെയല്ല, വളരെ പോസിറ്റീവാ. കൊറോണ വന്ന സമയത്ത് ചില ആൾക്കാർ പറഞ്ഞിരുന്നു, ഒരു കൊറോണ വന്ന എനിക്ക് ജോലിക്ക് പോകണ്ടായിരുന്നു, ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയിട്ട് കഴിയായിരുന്നു. ആദ്യം കൊറോണ വന്ന ആൾക്കാരുടെ കംപ്ലീറ്റ് കുടുംബചരിത്രം വരെ നാട്ടുകാർക്ക് കേരളത്തിൽ മുഴുവൻ അറിയായിരുന്നു. അവർ പോയ വഴി, അവർ ചെയ്ത കാര്യങ്ങൾ എല്ലാം പബ്ലിസിറ്റി കിട്ടാൻ വേറെ ഒന്നും വേണ്ടായിരുന്നു. ഇന്നിപ്പോ ആർക്കെങ്കിലും കൊറോണ ഉണ്ടത് ഓക്കെ, അവന് കൊറോണ, അത്രേ ഉള്ളൂ. വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നവരുണ്ട്. എന്തിന്? കൊറോണ വന്നു, ഇന്ന് കുറച്ചു കാലം സ്വസ്ഥായിട്ട് ഇരിക്കാം. ലോക്ക്ഡൌണും കുറെ കാലമായി ഒരു ചിത്രം വരച്ചിട്ട് ഒന്ന് രണ്ടാമതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. കൃഷി ചെയ്യാം. പ്രകൃതിയൊക്കെ വളരെ വീണ്ടും പ്രസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷികളും മൃഗങ്ങളും ചിത്രശലഭങ്ങളൊക്കെ എണ്ണം കൂടി തുടങ്ങി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ എപ്പോഴും പോസിറ്റീവായി ഹാപ്പി ആയിട്ട് നടക്കുന്നവരുണ്ട്. അവരോട് എന്ത് ചെയ്യണം? മൈത്രി, ബി ഫ്രണ്ട്സ് വിത്ത് ദം, മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് പോസിറ്റീവ് ആൻഡ് ഹാപ്പി പീപ്പിൾ. മനസ്സുകൊണ്ട് അവരറിയണമെന്നൊന്നുമില്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കാന്ന് പറയുമ്പോൾ they don't need to know that we love them. പക്ഷെ നമ്മുടെ ലവ് എന്ന് പറയുന്ന കണ്ടീഷണൽ ലവ് ആണ്. I love you, you have to love me back. When I say I love you, Swami Dayananda say, it means I allow you. I love you, so you are under my control. Now you need my permission, so I allow you to get up, to cook, to eat, to walk, to go and to work. ഞാൻ നിന്നെ കല്യാണം കഴിച്ചു, ഇനി ഞാൻ പറയണത് കേൾക്കണം, നീ ജോലിക്ക് പോകണ്ട. I allow you. That's not unconditional love, that's conditional love. I'm not blaming that. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് അവരുടെ ഇന്റലക്ച്വൽ എവല്യൂഷൻ അനുസരിച്ച് അവർ അങ്ങനെയൊക്കെ പെരുമാറുള്ളൂ. ഈവൻ മൃഗങ്ങൾക്കുണ്ട് അത്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിരിക്കും, നിങ്ങൾ ചിലരെങ്കിലും കണ്ടിരിക്കും. ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കോഴിയുടെ ഒച്ച കേൾക്കുന്നുണ്ടോ? കോഴി കൂവണത് കരിങ്കോഴിയാണ്. അത് വന്ന് ഇവിടെ കയറിയിരിക്കും. എൻ്റെ അടുത്ത് അധികം ഇരിക്കാറില്ല, മീരയുടെ അടുത്താണ്. കാരണം മീര അതിനിങ്ങനെ പെറ്റ് ചെയ്യും. അതിന് സത്യത്തില് കോഴിയും മനുഷ്യനും നമ്മൾ വ്യത്യാസം അറിയില്ല ഈ കോഴിക്ക്. അത് നമ്മളെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കും. ഓരോരുത്തരും സ്നേഹം പ്രകടിപ്പിക്കാൻ ഓരോ രീതി ഉണ്ടല്ലോ. പൂവൻകോഴി ചേവലിടാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഇസ് വേ ദേ ആർ ഷോയിങ് ദ അഫെക്ഷൻ. ഞങ്ങളെ കാണുമ്പോൾ അങ്ങനെ വരും, ഞങ്ങളെ ചുറ്റും ഇങ്ങനെ വട്ടിട്ട് കിടക്കും, ചേവലിടാൻ നടക്കുന്ന പോലെ. 2 ദിവസം മുമ്പ് ഒരു രസം ഉണ്ടായി. കൊപ്ര ഉണക്കിയതിന്റെ ഒരു കഷ്ണം അവിടെ കിടന്നിരുന്നു. ഇത് ഓടിച്ചെന്ന് അത് കൊത്തിയിട്ട് മീരെ നോക്കിയിട്ട് കൊക്കോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്സ് വീഡിയോ. എങ്ങനെയാണോ ഒരു പൂവൻകോഴി കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മറ്റ് പിടക്കോഴികളെ വിളിക്കുന്നു ഭക്ഷണം കിട്ടുമ്പോ, അതേപോലെ മീരെ നോക്കിയിട്ട് വിളിക്കുകയാണ്. You can't believe it. അപ്പോ എന്റെ എന്നുള്ളൊരു തോന്നല് അത് ഈവൻ മൃഗങ്ങൾക്ക് ഉണ്ട്. അപ്പൊ എവല്യൂഷനിൽ താഴെ കിടക്കുന്ന മനുഷ്യർ, ഞാൻ കല്യാണം കഴിച്ച ഞാൻ പറയണ കേൾക്കണം, ചില
ഭാര്യമാരുണ്ട് ഭർത്താവിനെ വരച്ച വരെ നിർത്തും. എന്നിട്ട് അവർ പുറത്തു പോകുമ്പോഴോ അവരൊരു വര വരച്ചിട്ട് ഇത് എന്റെ ഭർത്താവ് വരച്ചിട്ട് ഞാൻ ഇതിന്റെ ഇപ്പുറത്തേ നിൽക്കൂന്ന് പറയും. അത് വേറൊരു വരെയാണ്. അതായത് ഞാൻ നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ഒരാളാണെന്ന് സമൂഹത്തിന് തോന്നണം. അവിടെ വെച്ചിട്ട് എന്നെ കാണുമ്പോ ഞാൻ പറയണത് ഞാൻ എന്ത് ചെയ്യണമെന്നൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പൊ അവിടെ ഞാൻ നിങ്ങൾക്ക് വിധേയനാവും, ഞാൻ നിങ്ങളുടെ ഭാര്യ. പക്ഷെ വീടിനകത്ത് നിങ്ങൾ ഞാൻ പറയണ കേൾക്കണം. അതൊക്കെ അറ്റാച്ച്മെന്റിന്റെ ഭാഗമാണ്. ഈവൻ സംശയരോഗം അതിന്റെ ഒരു ഭാഗമാണ് അത്. പക്ഷെ നമ്മൾ അതിന്റെ അപ്പുറത്തേക്കും കടന്നു പോകണം. അപ്പൊ മൈത്രി ആരോട്? സുഖികളോട്, പോസിറ്റീവ് ആയവരോട്, ഓൾവേസ് ഹാപ്പി ആയവരോട് മൈത്രി. അവർ നിങ്ങളെ സ്നേഹിക്കുകയോ സ്നേഹിക്കാണ്ടിരിക്കുകയോ ചെയ്തോട്ടെ, ബട്ട് യു ഓൾവേസ് ബി ഫ്രണ്ട്ലി വിത്ത് ദം. എനിക്കിഷ്ടപ്പെട്ട ചില ആത്മീയ സംസാരിക്കുന്നവരുണ്ട്. അവരെ ടോക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല. ചില നിരീശ്വരവാദികളുണ്ട്, അവരെ ടോക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. ചില പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അവർക്കൊന്നും എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് അവരോട് ഒരു മൈത്രി ഭാവമുണ്ട്. അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അല്ലാതെ അവരോട് ഓക്കെ നമ്മൾ നാളെ മുതൽ ഫ്രണ്ട്സ് ആണ്, ദിവസം വാട്സപ്പ് അയക്കണം, ഗുഡ് മോർണിംഗ് അയക്കണം, ഗുഡ് നൈറ്റ് അയക്കണം, ഗുഡ് നൈറ്റ് അയച്ചില്ലെങ്കിൽ പിണങ്ങും, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. മൈത്രി, കരുണ. ദുഃഖികളോട് കരുണ വേണം, കരുണ വേണം, സഹതാപം പാടില്ല. സഹതാപം എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ പാവം, കണ്ടില്ലേ കഷ്ടപ്പെടണ കണ്ടില്ലേ എന്നും പറഞ്ഞ് കാണുന്ന ആള് കരയുന്ന അവസ്ഥയാണ് സഹതാപം. ഒരു പട്ടിക്കുട്ടി ചെറിയ മുറിവ് പറ്റി അയ്യോ പാവം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ചില ആൾക്കാർ. ഒരു കുട്ടിക്ക് എന്തെങ്കിലും വിഷമം വന്നു, അത് കാണുമ്പോഴേക്കും കരയാൻ തുടങ്ങും വേറെ ചില ആൾക്കാർ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ വ്യക്തിയും സഫർ ചെയ്യാണ്. അവന്റെ മൈൻഡ് അൺസ്റ്റഡി ആയി സഹതാപം കൊണ്ട്. മറ്റാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല, ആ മറ്റാളെ ഇയാളെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പണ്ടെന്റെ വല്യച്ഛൻ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു. പുള്ളിക്ക് അതൊരു ഹോബിയായിരുന്നു. ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ തമാശക്ക് പറയുന്നതാണ്. 45 വർഷം 46 വർഷം ഡയബറ്റീസ് കൊണ്ട് നടന്ന ആളാണ് പഴയ കാലത്ത്. 920 മറ്റോ അദ്ദേഹം ജനിച്ചത്. 48 വർഷം ഡയബറ്റീസ് കൊണ്ട് നടന്നു. അതിനിടയ്ക്ക് ചെറിയ ഒരു മുറിവ് മാത്രമേ കാലിൽ പഴുത്തിട്ടുള്ളൂ. അത്രയും ശ്രദ്ധയോടെ നടന്നിരുന്ന ആളാണ്. പുള്ളി ചെറിയ അസുഖം വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ഒരു ദിവസം പുള്ളി അവിടെ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ ഒരാള് വന്നു, ഒരു ബന്ധു, നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വന്നിട്ട് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അമ്മാവന്റെ കാര്യം എപ്പോഴും ഹോസ്പിറ്റലാണെന്ന് കരയാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോ അമ്മാവൻ അയാളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, നീ അതിനെപ്പറ്റി എന്തിനാ കരയണേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, വീട്ടിലെ ഉത്തരവാദിത്തം ഇടയ്ക്കിടയ്ക്കിട്ട് ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എനിക്ക് എന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ കരുണ വേണം. കരുണ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പാഷൻ. നമ്മൾ ഒരാൾ സഫർ ചെയ്യണ കാണുമ്പോൾ വളരെ സ്റ്റഡി മൈൻഡോട് കൂടിയിട്ട് why he is suffering, whether he is suffering or not, what is the solution for that? ഒരു കുട്ടി വീട്ടിൽ ചെറിയ ജോലി ചെയ്യാണെന്ന് വെക്കാം, ചെറിയൊരു ഉത്തരവാദിത്തം വീട്ടിൽ ഏറ്റെടുക്കുമ്പോൾ ചില അയ്യോ കുട്ടിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ആ ഉത്തരവാദിത്തം ആ കുട്ടി ചെയ്തു കഴിയുന്നതോട് കുട്ടി വളരെയാണ്, he become capable to face the life. ഇന്നത്തെ അച്ഛനമ്മമാരെന്താ ചെയ്യാ? അവനെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. എന്നിട്ട് അവനെ കൊണ്ട് അവന് ചെയ്യാൻ പറ്റാത്ത ഇന്റലക്ച്വൽ പണിയെടുപ്പിച്ച് അവനെ നാളെ ഭ്രാന്തനാക്കി മാറ്റാൻ നമ്മൾ മടിക്കാറില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് വി ആർ ഇഗ്നോറന്റ്. നമുക്ക് പ്രോപ്പറായി ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അവന് ആവശ്യമുള്ള ചില ട്രെയിനിങ് കൊടുക്കാതെ ആരോ പറഞ്ഞു കേട്ട് അവനെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ പണിയെടുപ്പിക്കുന്നുണ്ടായിരിക്കും. വൈ? ബിക്കോസ് ഐ വാണ്ട് ടു സീ ഹീസ് ബിക്കം എ ഗ്രേറ്റ് പേഴ്സൺ.
ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയുടെ അടിമയായി കഴിയലാണ് ഗ്രേറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. വി വാണ്ട് ടു ബിക്കം ഇൻഡിപെൻഡന്റ്. അതിന് വേണ്ടത് പോസിറ്റീവായ മൈൻഡാണ്. ദ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോർ ദാറ്റ്. കരുണ, സഹതാപം, ഇതും പറഞ്ഞ് നമ്മൾ കിടന്ന കാര്യം, അയ്യോ പാവം കണ്ടില്ലേ, അവൻ അങ്ങനെ ചെയ്യണുണ്ട് ഇങ്ങനെ ചെയ്യണുണ്ട്. നോ, വി ഷുഡ് ഹാവ് കമ്പാഷൻ. കരുണയാണ് വേണ്ടത്, യഥാർത്ഥ കരുണ. ആരോട്? ദുഃഖികളോട്, ദുഃഖിക്കുന്നവരോട്. പുണ്യവാന്മാരുണ്ട് അല്ലേ, മഹത്തായ പുണ്യവാന്മാരുണ്ട്. അവരോട് എന്ത് വേണം? ഉദിതം. അവരോട് നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കണം. അവരെ കുറിച്ച്, പുണ്യവാന്മാരെ കുറിച്ച് എപ്പോഴും നമ്മൾ ഒരു ചെറിയൊരു ആരാധന എന്ന് പറയുമ്പോൾ, ചെറിയൊരു ആരാധന എന്ന് പറഞ്ഞാൽ ഒരു മലയാളത്തിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. വി ഷുഡ് റെസ്പെക്ട് ദം, അപ്രീഷിയേറ്റ് ദം, വി ഷുഡ് ട്രൈ ടു ഫോളോ ദം. ഒരു ശരിയായ റെസ്പെക്ട്. നമ്മൾ റെസ്പെക്ട് എങ്ങനെ കാട്ടാ? ഗുരുക്കന്മാരെ കാണുമ്പോ ചാടി വീഴും കാൽക്കലേക്ക്. അങ്ങനെ വലിയൊരു 10-15 പേര് കാൽക്കൽ വീണ് കഴിയുമ്പോ ഈ പഹയന് അവിടെ നടക്കാൻ പോലും പറ്റില്ല. മന്തുള്ള ഒരു കാല് വലിച്ചടക്കുന്ന പോലെ ഈ ശിഷ്യന്മാരെ കാല് പിടിച്ചെടുക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ നടന്നു പോകേണ്ടത്. നല്ല ശുദ്ധ വേദാന്ത ടീച്ചർമാരുണ്ടല്ലോ, അവരിങ്ങനെ വല്ലതും അവരെ ശിഷ്യന്മാര് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം മണ്ടക്കിയിട്ടടിക്കും, ഇറങ്ങി പോടാന്ന് പറയും. ശിഷ്യന്മാരായി വരുന്നവർ കേട്ടോ, ഡിവോട്ടീസ് ആയി വരുന്നവരോട് അവർ കാല് പിടിച്ചാലോ ഒക്കെ കുറച്ചു നേരം നിന്ന് കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും സൂത്രം പറഞ്ഞ് അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. പക്ഷെ വേദാന്തം പഠിക്കാൻ വന്നിട്ട് കാല് പിടിച്ച് സ്തുതിവചനങ്ങൾ പറയുന്നവർ അവർ വേദാന്തം പഠിപ്പിക്കാറില്ല. കാരണം അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. റെസ്പെക്ട്, ആരാധന, രണ്ടും ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ആരാധനയിൽ കുറച്ചൊരു ബ്ലൈൻഡ്നെസ് ഉണ്ട്. നിങ്ങൾ ഒരു ഗുരുവിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഫോളോ ഹിസ് വേർഡ്സ്. ഹീസ് നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് യു ആർ ഫോളോയിങ് ഓൺ ഹിസ് ഫീറ്റ്. ഗുരു അങ്ങ് മഹാനാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊന്നും പറയുന്നതല്ല അവർക്ക് വേണ്ടത്. യു ഫോളോ മൈ വേർഡ്സ് ആൻഡ് ഷോ ത്രൂ യുവർ ആക്ഷൻ ദാറ്റ് യു റെസ്പെക്ട് മീ. അതാണ് ഉദിതം, പുണ്യവാന്മാരുടെ ഉദിതം. ഉപേക്ഷാം, ആരോട്? അപുണ്യം, പാപികൾ എന്ന് പറയില്ലേ, നെഗറ്റീവ് മൈൻഡഡ് ആയിട്ട്, നെഗറ്റീവ് മൈൻഡഡ് മാത്രമല്ല നെഗറ്റീവായി പ്രവർത്തിക്കുന്നവർ. ദുഃഖികൾ നെഗറ്റീവ് മൈൻഡഡ് ആണ്, പക്ഷെ പാപികളോ നെഗറ്റീവായി ആക്ഷൻ ചെയ്യുന്നവരാണ്. അവരോട് ഉപേക്ഷ വിചാരിക്കണം. എങ്ങനെ? മനസ്സുകൊണ്ട് അവരിൽ നിന്ന് മാറി നിൽക്കുക, ഡിറ്റാച്ച് ഫ്രം ദം. സന്തോഷവാന്മാരോട് മൈത്രിയും സൗഹൃദ ബന്ധവും, ദുഃഖിക്കുന്നവരോട് കരുണയും, പുണ്യവാന്മാരോട് ബഹുമാനവും, പാപികളോട് അകൽച്ച പാലിക്കുകയും വേണം. ദുഃഖിക്കുന്നവരെല്ലാവരും ചെന്ന് കയറി കെട്ടിപ്പിടിക്കാനല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പാപികളെ, അവരോട് നമ്മൾ മാറി നിന്നാൽ എങ്ങനെയാ? അവർക്ക് നന്നാവാനൊരു അവസരം വേണ്ടേ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾക്ക് അതിനുള്ള പവർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറെ കഴിയുമ്പോ നമ്മൾ പാപിയായി മാറും. ചില മനുഷ്യരൊക്കെ അബദ്ധവശാലായിരിക്കും എന്തെങ്കിലും തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതെ ജയിലിൽ പിടിച്ചിടും. എന്തെങ്കിലും ശിക്ഷ കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ നല്ല ശുദ്ധ കള്ളന്മാരായിട്ട് തിരിച്ചു വരും. കാരണം നല്ല സ്ട്രോങ് കള്ളന്മാരായിട്ട് ആയിരിക്കും കമ്പനി. അതുപോലെ നമ്മൾ കുറച്ച് യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് യമനിയമങ്ങളൊക്കെ പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നാട്ടുകാരെ പിടിച്ചൊന്ന് ഉപദേശിക്കാന്ന് കരുതി
ചിലർ ഉപദേശിക്കാൻ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഗുണം കിട്ടും. അവരൊത്തും നന്നാവാനും പോണില്ല. കഷ്ടപ്പെട്ട് കള്ളുടിയൊക്കെ നിർത്തി ഇനി കള്ളുടി നിർത്തണം എന്ന് പറഞ്ഞിട്ട് നല്ല കള്ളുടിയന്മാരൊക്കെ വിളിച്ച് ഉപദേശിക്കാൻ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവര് വീണ്ടും തുടങ്ങും. ഞങ്ങളുടെ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഹോമിയോ ഡോക്ടറായിരുന്നു. ഞങ്ങളുടെ അവിടെ അല്ല, കുറച്ച് അകലെയാണ്. പുള്ളിയുടെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോയിരുന്നു, ഒരു ഇംഗ്ലീഷ് ക്ലാസ്. ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് പഠിക്കണം. എനിക്ക് മനസ്സിലായി, എനിക്ക് പഠിക്കാൻ പറ്റിയ വിഷയമല്ല അത്. പറയാൻ പറ്റും, പഠിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പൊ അദ്ദേഹം നല്ലൊരു പേരെടുത്തൊരു മദ്യപാനിയായിരുന്നു, ഹോമിയോ ഡോക്ടറായിരുന്നു. അദ്ദേഹം മദ്യപാനം നിർത്തി. എങ്ങനെയൊക്കെയോ നിർത്തി, വീട്ടുകാരൊക്കെ കൊണ്ട് അവിടെ ഇട്ട്. പിന്നെ പുള്ളിക്ക് അത് തുടങ്ങരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? പുള്ളി കരുതി നമുക്ക് മദ്യപാനം നിർത്താനുള്ള ഒരു ട്രെയിനിങ് തുടങ്ങിക്കളയാം. പുള്ളി ബോർഡൊക്കെ വെച്ചു, മദ്യപാനം നിർത്താൻ വേണ്ടി ട്രെയിനിങ്. അതിന് ഹോമിയോ മരുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അതിനിടയ്ക്ക് പഴയ ഒരു കൂട്ടുകാരൻ വന്നു, പുള്ളിയെ പിടിച്ച് ഉപദേശിക്കാൻ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടി അവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ തിരിച്ചു വന്ന 4 കാലുമലായിരുന്നു. അപ്പോ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കാൻ പോകുമ്പോൾ നമുക്ക് അതിനുള്ള പവർ ഉണ്ടോ നോക്കണം. നമ്മുടെ പോസിറ്റിവിറ്റിയുടെ 5 ഇരട്ടിയായിരിക്കും മറ്റുള്ള നെഗറ്റിവിറ്റി. അവരോട് എന്ത് ചെയ്യണം? ഉപേക്ഷ വിചാരിക്കണം. അതേസമയം ചെറുതായിട്ട് ദുഃഖിക്കുന്നവരോടൊക്കെ ഒരു കമ്പാഷൻ. ഇത് പ്രത്യേകം എടുക്കുക. ഇതാണ് എന്ത് ചിത്തപ്രസാദനത്തിന് നമ്മൾ ചെയ്യേണ്ടത്. ഇത് വലിയ യോഗികൾ മാത്രമല്ല കേട്ടോ, നമുക്കും ചെയ്യാവുന്നതാണ്. പതഞ്ജലി മഹർഷി ഇത് പറഞ്ഞിട്ടുള്ളത് ഫോർ ദോസ് ഹു ഫോളോ രാജയോഗ വിത്ത് ദ ഗോൾ ഓഫ് മോക്ഷ, സെൽഫ് റിയലൈസേഷൻ. But this is applicable for everyone, every day. Keep away from the negative people. Respect and follow the great people. Be compassionate those who are suffering. Be friendly. Develop a friendship mentally towards the happy people. പോസിറ്റീവ് ആയി കഴിയുന്നവരോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. കൊറോണ വരട്ടെ, കൊറോണ അതിനെ പ്രതിരോധിക്കണം. നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. എന്നിട്ടും കൊറോണ വരാണെങ്കിലോ വരട്ടെ, സ്വീകരിക്കാൻ. അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കാൻ തയ്യാറല്ല എന്നുള്ള പോസിറ്റീവായ ആൾക്കാരുണ്ട്. എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്നവരുണ്ട്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറയണം. മീഡിയ നെഗറ്റീവ് പറയണം. അത് മാത്രമേ പറയുള്ളൂ എന്ന് വെച്ചാലോ വേഗം TV ഓഫ് ചെയ്യണം. സത്യത്തിൽ ഞാൻ വാർത്ത കാണാറില്ല. എൻ്റെ ഒരു ബ്രദറിനെ ഇടയ്ക്കിട്ട് ചീത്ത പറയും, വാർത്ത കാണാറില്ല എന്ന് ചോദിച്ചിട്ട്. എനിക്കറിയാം അത്യാവശ്യമുള്ള ന്യൂസ് പുള്ളിക്കാരൻ നമുക്ക് ഫോർവേഡ് ചെയ്ത് തരും. എന്തിനാ TV തുറന്നു വെച്ച് ഈ നെഗറ്റീവ് മൈൻഡ് ആക്കണേ? നാളെ ബന്ധുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ആരെങ്കിലും ഒക്കെ നമ്മളെ അറിയിക്കും. അതേസമയം എത്രയോ പോസിറ്റീവായ കാര്യങ്ങളുണ്ട്, അത് കേൾക്കാൻ നിൽക്കണം. അപ്പോ 1-ാം അധ്യായം 13-ാമത്തെ സൂത്രാണ്. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി രാജയോഗത്തിലെ അഷ്ടാംഗം, 8 അംഗങ്ങൾ. ചില ആൾക്കാർ പറയും 8 പടികൾ, യോഗയുടെ 8 പടികൾ എന്ന് പറയും. പടികൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. കാരണം പടി എന്ന് പറയുമ്പോൾ 1-ാമത്തെ പടിയിൽ നിന്ന് 2-ാമത്തെ പടിയിലേക്ക് കാല് വെച്ചാൽ പിന്നെ 1-ാമത്തെ പടിയുടെ ആവശ്യമില്ല. ആവശ്യമുണ്ടോ? തിരിച്ചിറങ്ങി പോരണമെങ്കിൽ. ആത്മീയതയിൽ നമ്മൾ തിരിച്ചിറങ്ങി പോരാനല്ലല്ലോ. എല്ലാവരുടെയും നമ്മുടെ ആഗ്രഹം കയറിക്കൊണ്ടിരിക്കണം എന്നാണ്. ഈ സാമ്പത്തിക മാന്ദ്യം എന്നൊക്കെ പറഞ്ഞേക്കാറില്ലേ? രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം, എക്കണോമി പുറകോട്ടടിച്ചു. ഈ പുറകോട്ടടിച്ചു എന്ന് പറയുമ്പോഴും അവരെ എക്കണോമി വളരുന്നുണ്ട്. പക്ഷെ ആ ഗ്രോത്തിന്റെ ആക്സിലറേഷനെ കുറഞ്ഞിട്ടുള്ളൂ. 10% ഗ്രോത്ത് ഉണ്ടായിരുന്നത്
8% കുറഞ്ഞു. അപ്പോഴും ഗ്രോത്ത് ഉണ്ട്. അപ്പോഴേക്കും ആകെ അപ്സെറ്റ് ആയി. അപ്പൊ അവിടെയും നമുക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ തിരിച്ചു വരണ്ടെന്നാണ് നമ്മുടെ ആഗ്രഹം. എക്കണോമിക്സിൽ പോലും. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്യുവർ സൈക്കോളജിയാണ്, ഹ്യൂമൻ സൈക്കോളജിയാണ്. എക്കണോമിക് വളർച്ച എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സൈക്കോളജിയാണ്. അതിന്റെ പേരിൽ നമ്മൾ കുറെ പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. ഒരു വസ്തു കിട്ടാണ്ടാവുമ്പോൾ അതിന്റെ വില വർദ്ധിക്കും. when the demand increase, the price increase. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് അവർ നീഡ്. മോസ്റ്റ്ലി ഇറ്റ് ഇസ് സൈക്കോളജിക്കൽ. ഏതെങ്കിലും ഒരു വസ്തു, അവശ്യ വസ്തു കിട്ടാനില്ല എന്നുള്ളൊരു ന്യൂസ് പകർന്നാൽ മതി, അപ്പോൾ ആൾക്കാർക്ക് അതിന്റെ ഡിമാൻഡ് കൂടും, അപ്പൊ അതിന്റെ വില കൂടും. അപ്പൊ പ്രൈസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. In yoga, 8 limbs എന്ന് പറഞ്ഞാൽ ഇത് 8 അംഗങ്ങൾ ഒരുമിച്ച് ചേർന്നാലേ നമുക്കതിനെ യോഗ എന്ന് പറയാൻ പറ്റൂ. It's not like we practice the first limb. Once we master, go to second limb and we don't need the first limb. No. We need all 8 limbs. But it has an order. Why it has an order? There is something which we have to focus in the beginning. Once we are comfortable with that practice, focus on the second limb without give up the first limb. Then focus on the third limb without give up the first and second. അതുകൊണ്ടാണ് ഇതിനെ അംഗം എന്ന് വിളിക്കുന്നത്, സ്റ്റെപ്പ് അല്ല. Not 8 steps of yoga, 8 limbs of yoga, but it has an order on which we have to focus on first. എന്താണ് ഈ 8 limbs? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. എഴുതിയെടുക്കാൻ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ അങ്കിൾ ഗൂഗിളിനോട് ചോദിച്ചോളൂ, ക്രമത്തിൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ യോഗസൂത്ര അതിലുണ്ട്, 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യമം. Yamam tells what should be your attitude towards the society. സമൂഹത്തിനോട് നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം? 5 യമങ്ങളാണ് പതഞ്ജലി പറഞ്ഞിട്ടുള്ളത്. സത്യം, അഹിംസ, ബ്രഹ്മചര്യം, ആസ്തേയം, അപരിഗ്രഹം. സത്യം, be truthful by words, by thought, by action, be truthful. Why? Because if you are not truthful, you cannot meditate. One lie leads to 1,000 lies. And when you want to tell a lie, you have to prepare for that lie and you have to remember that lie. കഴിഞ്ഞ ആഴ്ച സത്സംഗിന് വന്നില്ലല്ലോ. സത്സംഗിന്റെ പിറ്റേ ദിവസം ചോദിച്ചു, എന്താ ഇന്നലെ സത്സംഗിന് വരാഞ്ഞ? അയ്യോ, എനിക്ക് അന്ന് ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ അടുത്ത ആഴ്ച വീണ്ടും സത്സംഗിന് വന്നില്ല. എന്ത് ഈ ആഴ്ചയും സത്സംഗിന് മുടങ്ങിയല്ലോ? അല്ല, എനിക്ക് തലവേദനയായിരുന്നു. അപ്പൊ അതിന്റെ മുമ്പത്തെ ആഴ്ചയോ? അല്ല, അന്ന് ഞാൻ എറണാകുളത്ത് പോയി. പക്ഷെ ചിലപ്പോ ഈ ടീച്ചർ ഓർത്തുണ്ടായിരിക്കും കഴിഞ്ഞ ആഴ്ച തലവേദന എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് പോയി, ഇന്ന് ഈ കഴിഞ്ഞ ദിവസം തലവേദന. Because we have to remember what lie we told. But if you are truthful, we don't remember. We have to just tell the truth. പക്ഷെ നുണ പറയുമ്പോൾ നുണ ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ ആ നുണ ജസ്റ്റിഫൈ ചെയ്യാൻ വേറെ നുണ പറയേണ്ടി വരും, പിന്നെ വേറെ നുണ പറയേണ്ടി വരും. That's why we tell one lie leads to 1,000 lies. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം? നാളത്തെ ക്ലാസ് മുടങ്ങണം. ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ബർത്ത്ഡേ പാർട്ടിയും പറഞ്ഞിട്ട് ക്ലാസ് മുടങ്ങാൻ പറ്റുമോ? അപ്പൊ ഇന്ന് ക്ലാസ്സിലിരുന്ന് ആലോചിക്കായിരിക്കും നാളെ എന്ത് നുണ പറയണം.
കോവിഡ് ടെസ്റ്റിന് പോയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ സമയത്ത് ടെസ്റ്റിന് പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാലോ? ഓ, ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ജോലി ഇന്നതാണെന്ന് ആൾക്കറിയാം. ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സമയം പറ്റില്ല. ക്ലാസ്സിലിരുന്ന് ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഇഫ് യു വാണ്ട് ടു മെഡിറ്റേറ്റ്, യു ഷുഡ് ബി ട്രൂത്ത്ഫുൾ. നുണയൊന്നും പറയില്ല. എന്താ കാരണം? നുണ പറയാനുള്ള ധൈര്യം ഇല്ല. പക്ഷെ ഈ മനുഷ്യൻ ഏത് സമയവും നുണ പറയാനുള്ള ചിന്തയിലായിരിക്കും. സോ ബൈ വേർഡ്സ്, ബൈ തോട്ട്സ് and in action we should be truthful. Satyam, ahimsa, non-violence. By action, by word and by thought we should be non-violent. ഒട്ടുമിക്ക ആൾക്കാരും മാന്യന്മാരാണ് അല്ലെ? പബ്ലിക്കുകളിലൊക്കെ ചെന്നാൽ മോശമായിട്ടൊന്നും പെരുമാറാറില്ലല്ലോ. ഒരു ഷോപ്പിൽ ചെന്നാൽ കക്കാറില്ല ഒട്ടുമിക്ക മനുഷ്യരും. ഒരു സ്ത്രീയെ കണ്ടാൽ, പുരുഷനെ കണ്ടാൽ മോശമായി പെരുമാറാറില്ല. എവിടെ? ആക്ഷനുണ്ട്. കാരണം എന്താ? ഭീരുക്കളാണ്. നിയമം ഭയന്നിട്ടും മറ്റുള്ളവരെ ഭയന്നിട്ടുമാണ് നമ്മൾ മാന്യന്മാരായിട്ട് നിൽക്കുന്ന ചില ആൾക്കാർ. പക്ഷെ ഉള്ളില് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ടായിരിക്കും. നല്ലൊരു സാധനം കാണുമ്പോ അത് കക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ ധാരാളം ഉണ്ട്. ധൈര്യം ഇല്ലാത്തതുകൊണ്ട് കക്കില്ല. അപ്പൊ ശരിക്കും ധൈര്യവാന്മാരായ സത്യസന്ധന്മാർ കുറച്ചു പേരുണ്ട്, ധൈര്യവാന്മാരായ ക്രിമിനൽസ് കുറച്ചു പേരുണ്ട്. ഇതിന്റെ ഇടയിൽ ധാരാളം ആൾക്കാരുണ്ട്. ക്രിമിനൽസിലൊക്കെ സത്യം പറഞ്ഞെങ്കിൽ എപ്പോഴും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നല്ല ധൈര്യവാന്മാരാ. പൊട്ട സ്വഭാവമാണ്, പക്ഷെ ഉള്ള സ്വഭാവം പുറത്തേക്ക് കാണിക്കാനുള്ള ധൈര്യം ഉണ്ട് അവർക്ക്. അറ്റ്ലീസ്റ്റ് ധൈര്യമെങ്കിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയാം, ഒരു ക്രിമിനലിനെ നമുക്ക് അറിയാം, ഇവനാള് പശുകാണ്, ആവശ്യമില്ലാതെ ഇവനോട് തല്ലിടാൻ നിൽക്കണ്ട എന്ന് നമുക്കറിയാം. ചില മനുഷ്യരങ്ങനെ നല്ല മനുഷ്യരാണെന്ന് കരുതി നമ്മുടെ എല്ലാ സീക്രട്ടുകളും പറയും. ഇവൻ അതൊക്കെ കേട്ടിരുന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ, പിന്നെ ഇവൻ അത് ശരി അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലേ, ഇവന് വെറുതെ വിടരുന്ന് പറഞ്ഞ് നമ്മളില്ലാത്തപ്പോ പോയി പാരോഹിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ക്രിമിനൽസ് അല്ലേ തമ്മിൽ ഭേദം സമൂഹത്തിൽ നമുക്കറിയാലോ. ഒരു കലാപം ഉണ്ടാവാൻ സാധ്യത വരുമ്പോ സ്റ്റേഷനിലുള്ള ഒരു ക്രിമിനൽസിനൊക്കെ നോട്ടീസ് അയക്കും, വാ ഇവിടെ വന്ന് അകത്ത് പിടിച്ചിടാം നമുക്ക് അവരെ, പ്രശ്നമില്ലാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷെ ഇതിന്റെ പുറകിൽ നിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാവുന്നവരോ, അവരെ നമ്മൾ അറിയില്ലല്ലോ. അതാണ് അഹിംസ. നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഡിഫെൻഡീവ് ആയിരിക്കും. കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ തിരിച്ചടി കിട്ടുമല്ലോ, അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഡിഫെൻഡീവ് ആയിരിക്കണം. അങ്ങനെ ഡിഫെൻഡീവായി ഇരിക്കുന്ന ഒരു മനസ്സിനെ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുക? സോ ഇഫ് യു വാണ്ട് ടു മെഡിറ്റേറ്റ്, യു ഷുഡ് ഫോളോ നോൺ വയലൻസ്. സത്യം പറയണം, ആരും ദ്രോഹിക്കരുത്. എന്തിനാ? ഇല്ലെങ്കിൽ ദൈവം പിടിച്ച് നരകത്തിലിടും, അവിടെ ചുട്ടുപൊരിക്കും. ഇതൊന്നല്ല പതഞ്ജലി സത്യം അഹിംസ പാലിക്കണം എന്ന് പറയുന്നത്. You are creating your own hell because your mind gets fast. If you do not follow Satya and Ahimsa, your mind gets fast. നമ്മുടെയൊക്കെ ദുഃഖത്തിന് കാരണം അന്വേഷിച്ചാൽ അറിയാം. ചിലപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സിമ്പതൈസ് ചെയ്യുന്ന മനസ്സിന് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല, സ്ട്രെസ്ഡ് ആയിരിക്കും. There we need compassion. We should be truthful. We should be non-violent. ഇതൊന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ നരകം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. The hell and heaven is here and now in our mind itself. We are creating our own hell and heaven in our own mind. ഹെല്ലും ഹെവൻ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വേദത്തിലുണ്ട്. അത് ഭക്തിയോഗയിൽ വരുമ്പോ അവിടെയും വരുന്നുണ്ട്. തലമുടി 8 കീറിട്ട് അതികൂടെ നടത്തിക്കും. സർക്കസിൽ കയർമക്കൂടെ നടക്കുന്നവർക്ക് അവർക്ക് അവിടെ ആ പ്രശ്നമില്ല. എണ്ണയിലിട്ട് പൊരിക്കും. ഗൾഫിലൊക്കെ കഴിയുന്നവർക്ക് അത് പ്രശ്നമില്ല, കാരണം അതിലും വലിയ ചൂടത്താണ് അവിടെ കഴിയുന്നത്. ഇരുട്ടുമുറിയിലിടും. പണ്ടൊരാള് മരിച്ച് പരലോകത്തെത്തി.
കാലൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കി വിട്ടു. ഇതിന്റെ അകത്തേക്ക് കയറിക്കോ, നിന്റെ സ്ഥലത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഗേറ്റ് തുറന്ന് ചിത്രഗുപ്തൻ കണക്ക് പുസ്തകമൊക്കെ എടുത്തു. നീ നിന്റെ ജീവിതം നീ കുറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, നിന്നെ ഇരുട്ടുമുറിയിലിടുന്നു പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു അതിനിപ്പോ എന്താ, നിന്നിട്ട് പൊരിക്കുന്നു പറഞ്ഞു. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഇങ്ങോർക്കൊരു കൂസലില്ല. അവസാനം ചോദിച്ചു, നീ എവിടുന്ന വരണേ? ഞാൻ കേരളത്തിൽ നിന്ന്. ഫുൾ ടൈം പവർ കട്ടാണ്. ഇന്നത്തെ കാലല്ല കേട്ടാ, ഒരു 50 വർഷം മുമ്പത്തെ കഥയാണത്. ഈ പറഞ്ഞ എല്ലാം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നരകമൊന്നും ഒന്നല്ല എന്നാ പറയുന്നത്. അതാണ് ഏത്, ഇപ്പൊ നമ്മൾ ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ട. ഇപ്പൊ നമ്മൾ കുറച്ച് സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിയുമ്പോ നരകത്തിൽ പോകില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മൾ എവിടെ ചെന്നാലും നമുക്കത് നരകമായിട്ട് തോന്നില്ല. അതിന് ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് വളർന്നവർക്ക് വലുതാവുമ്പോ ഒരു പ്രശ്നമില്ല. സമയം ചെറുപ്പത്തിൽ എല്ലാ സൗകര്യത്തോടു കൂടി വളർന്നവരോ വലുതാവുമ്പോ when they face their life, the reality of the life, they get upset and they feel they are in hell. വീട്ടിൽ അത്യാവശ്യം പാചകമൊന്നും പഠിക്കാതെ കല്യാണം കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിട്ട് കുട്ടികളായി വരുമ്പോ കഷ്ടപ്പെടും. എന്താ കാരണം? പാചകം ചെയ്യാൻ അറിയില്ല. നമ്മളെന്ത് കരുതി ഭാര്യയ്ക്ക് പാചകം ചെയ്യാൻ അറിയുന്ന കരുതി ഭാര്യയും പാചകം പഠിച്ചിട്ടില്ല. അപ്പൊ എന്ത്, home is a hell because we don't have food. Restaurant is heaven because there is food there. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് പറഞ്ഞു എന്തായി, ഈ ജീവിതത്തിൽ നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും, അവിടെ അത് കിട്ടും ഇത് കിട്ടും. കിട്ടോ കിട്ടില്ലെന്ന് ആർക്കറിയാം. മരിച്ചു കഴിഞ്ഞുള്ള കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് ഞാനിവിടെ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടു. But if something you can guarantee in this life, I am ready to follow. And if you get a bonus in next life, it's okay. ഇനി അടുത്ത ജന്മം ഇല്ലെങ്കിൽ ആ ബോണസ് അല്ല നഷ്ടപ്പെടുള്ളൂ, ഇപ്പൊ കഷ്ടപ്പെട്ടതിനുള്ള കിട്ടുള്ളൂ. So we are creating our own hell and heaven in this world. ഇടയ്ക്കൊക്കെ വീട്ടിലിരുന്ന് അത്യാവശ്യം വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ ട്രെയിനിങ് കിട്ടിയ ഒരാൾക്ക് ലോക്ക്ഡൌൺ എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാവും. ഓ, ഇനി ആ ബോസിന്റെ മുഖം കാണണ്ടല്ലോ. അതുപോലെ എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് രാത്രി ഉറങ്ങാൻ നേരത്ത് വീട്ടിൽ വന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ച് കിടന്നുറങ്ങുന്നവർക്ക് ലോക്ക്ഡൌൺ എന്ന് പറയുമ്പോൾ ടെൻഷനാണ്. കാര്യം എന്താ, ഏതേലും ഭാര്യയെ കണ്ടോണ്ടിരിക്കണം, ഏതേലും ഭർത്താവിനെ കണ്ടോണ്ടിരിക്കണം. കാരണം അതൊക്കെ അവോയ്ഡ് ചെയ്ത് ഏതേലും ഓഫീസിലും കൂട്ടുകാരൊപ്പം കറങ്ങി നടക്കുന്നവരായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളെല്ലാം കുറച്ച് ട്രെയിൻ ചെയ്യണം. അപ്പൊ ലോക്ക്ഡൌൺ ആയാലും സന്തോഷം, ലോക്ക് ഓപ്പൺ ആയാലും സന്തോഷം.